ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. രാജ്യത്തെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പൌരന്മാർ ശക്തമായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ ഇന്ന് സോമനാഥ് സ്വാഭിമാൻ പർവിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിനായി ഏവരും തോളോട് തോൾ ചേർന്ന് മുന്നേറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ നാഗരികതയുടെ മൂല്യങ്ങൾ ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി നമ്മുടെ നാഗരികത മറ്റുള്ളവരെ പരാജയപ്പെടുത്താനല്ല, മറിച്ച് സന്തുലിതമായ ജീവിതം നയിക്കാനാണ് പഠിപ്പിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. സോമനാഥ ക്ഷേത്രം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച എണ്ണമറ്റ യോദ്ധാക്കൾക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്കോട്ടിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിലും ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിന്റെ സമ്പൂർണ്ണ വികസനവും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസ സംരക്ഷണവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരുവനന്തപുരത്തെ കവടിയാറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP അംഗങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിലേക്കുള്ള പാത വികസിത കേരളത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് കാ രാസ്ത വികസിത് കേരളം ഹോക്കർ ഹി ജാതാ ഹൈ. കേരൾ की मूल रास्ता का संरक्षण अगर कोई कर सकता है तो केवल और केवल भारतीय जनता पार्टी कर सकती है. ശബരിമലയിലെ സ്വർണ്ണ അപഹരണ സംഭവത്തിലൂടെ മുഴുവൻ രാജ്യത്തിന്റെയും വിശ്വാസമാണ് ലംഘിക്കപ്പെട്ടതെന്നും കേസന്വേഷണം നിഷ്പക്ഷമായ ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോയെന്നും ശ്രീ ഷാ ചോദിച്ചു. ഇന്നലെ വൈകി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി ഇന്ന് രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേരള കൌമുദി കോൺക്ലേവ് ഉദ്ഘാടനം അല്പസമയത്തിനകം ശ്രീ ഷാ നിർവഹിക്കും. NDA നേതൃയോഗത്തിലും BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേള ഇന്ന് സമാപിക്കും. വൈകിട്ട് 4 മണിക്ക് മന്ത്രി KN ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയ്ക്കാണ് ഇന്ന് സമാപനമാകുന്നത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയുടെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. പാലക്കാട് നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്ത രാഹുലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അറസ്റ്റിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയതിനു ശേഷം തീരുമാനമെടുക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നു. ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ അല്പസമയത്തിനകം നടക്കും. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1-ന് പുറപ്പെടും. തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പൂർണ്ണമായും സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കൈറ്റ് വിപുലമായ IT സംവിധാനങ്ങൾ സജ്ജമാക്കി. രജിസ്ട്രേഷൻ മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഓൺലൈൻ പോർട്ടൽ വഴിയും മൊബൈൽ ആപ്പ് വഴിയും ഏകോപിപ്പിച്ചിട്ടുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് വഴി തത്സമയ സംപ്രേഷണവും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വിഴിഞ്ഞത്തിന് പുറമെ മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ന്യൂസിലൻഡ് 20 ഓവറിൽ 104 റൺസ് നേടിയിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയൻസിനെ നേരിടും. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. വീണ്ടും റെക്കോർഡ് സൃഷ്ടിച്ച് പരീക്ഷ പേ ചർച്ച. ഇതുവരെ 4 കോടിയിലധികം പേരാണ് ഇത്തവണത്തെ പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡായ 3.56 കോടിയെ മറികടന്നു. വാർഷിക ആശയവിനിമയത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദരഹിത പരീക്ഷാ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രസ്ഥാനമായി ഈ സംരംഭം വളർന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കൊല്ലം കാവനാട് കരിയില കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. കന്നിമേൽച്ചേരി S ദയാനിധിയാണ് മരിച്ചത്. അനിയന്ത്രിതമായി തീ പടർന്നതിനെ തുടർന്ന് അഗ്നിശമന സേനയെ വിളിച്ച ശേഷം തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദയാനിധിക്ക് സാരമായി പൊള്ളലേറ്റത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.